പരിശുദ്ധ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. വിണ്ടുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തന്നടേ. രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാത നീ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് പരിപാലനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് വീണ്ടും അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് അവസരം നൽകുന്ന വലിയ സ്നേഹത്തെ ഓർത്ത്, കരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കെറിഗ്മ മിനിസ്ട്രിയിലെ ഈ കൂട്ടായ്മയിലേക്ക് ഇന്ന് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ തൃക്കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. ഹോളി ഹോം മിനിസ്ട്രിയിലൂടെ അങ്ങ് ഒരുക്കിയിരിക്കുന്ന വലിയ രക്ഷയുടെ സന്ദേശങ്ങള് മറ്റുള്ളവരേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഹോളി ഹോം നടത്തുന്ന ഈ കോഴ്സിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. 4ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈശോയെ, അവിടുന്ന് ഞങ്ങളിലൂടെ ചെയ്യുന്ന ഹോളി ഹോം മിനിസ്ട്രിയിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. 4ാമത്തെ ബാച്ചിനെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ നിന്റെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിലൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ നിന്റെ വലിയ സ്നേഹം പരിപാലന അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തതിന്റെ കാരണം ഞങ്ങൾ തേടുകയാണ്. ഈശോയെ, യാതൊരു വ്യവസ്ഥകളുമില്ലാതെ, യാതൊരു പരിമിതികളുമില്ലാതെ അവിടുന്ന് അനന്തമായി ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ ഈ വലിയ സ്നേഹം ഞങ്ങൾക്ക് തിരിച്ചറിയാനാവാത്തത് ഞങ്ങളിലുള്ള കുറവുകൾ, ഞങ്ങളിലുള്ള പാപാവസ്ഥകളാണെന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുവാൻ പോവുകയാണ്. ഈശോയെ, ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും പൂർണ്ണമായിട്ടും നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്ന് ഈ ക്ലാസ്സുകളിലൂടെ, ഈ ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും അവിടുന്ന് ചൊരിയണമേ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടുത്തെ അനന്തമായ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു. ഈ സ്നേഹത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന കുറവുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു.
ഈശോയെ, അവിടുത്തെ അനന്തമായ സ്നേഹത്തിന് പരിപാലനയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരാഴ്ചക്കാലം അങ്ങിലേക്ക് അടുക്കുവാൻ ഞങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പാപാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ പോവുകയാണ്. ആ പാപാവസ്ഥകളിൽ നിന്ന് തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം നേടിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി സുവിശേഷ പ്രഘോഷണം നടത്തുന്ന സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഹോളിഹോ മിനിസ്ട്രിയെ പൂർണ്ണമായിട്ട് നിന്റെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോളിഹോ മിനിസ്ട്രിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിമന്യ റെമിജിയസ് പിതാവിനെയും കിഴക്കന്തല പിതാവിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആനിമേറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എമ്മാനുൽ അച്ഛനെയും ജോഷി അച്ഛനെയും സമർപ്പിക്കുന്നു. റിസോഴ്സ് ടീം അംഗങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു. 1, 2, 3 ബാച്ചുകളിലൂടെ കടന്നുപോയവരെ, 4ാമത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത് 10 ആഴ്ച നീണ്ടു നിൽക്കുന്ന തീർത്ഥയാത്രയിൽ ഒപ്പം യാത്ര ചെയ്യുന്നവരെയൊക്കെ സമർപ്പിക്കുന്നു. ഈ 4 ബാച്ചുകളിലൂടെയും മെന്റേഴ്സായിട്ട് സബ് ഗ്രൂപ്പുകളെയൊക്കെ നയിച്ച എല്ലാ മെന്റേഴ്സിനെയും സമർപ്പിക്കുന്നു. സ്നേഹപിതാവ് ദൈവമേ, വലിയ കൃപ, വലിയ അനുഗ്രഹം ഞങ്ങളിലേക്ക് ചൊരിയണമേ. ഈ ആഴ്ച ചെല്ലാനം ഇടവകയില്, വേളാങ്കണ്ണി ഇടവകയില് തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിസിക്കൽ കോഴ്സിനെ സമർപ്പിക്കുന്നു. ആ കോഴ്സിലൂടെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ആ കൂട്ടായ്മയില്, ആ ഫിസിക്കൽ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും ചൊരിയണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാം നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്റെ വലിയ സ്നേഹത്തിലെ പരിപാലനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഞങ്ങളെ നയിക്കണമേ. ഇന്ന് ഞങ്ങൾക്കായി ക്ലാസ് എടുക്കുവാൻ വരുന്ന ജോൺസനെയും അതുപോലെ ശുശ്രൂഷ ഏർപ്പെടുന്ന മിനിസ്ട്രിയെ പൂർണ്ണമായിട്ടും അവിടുന്ന് വിനിയോഗിക്കണമേ. ഇന്ന് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഒന്നുചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലിയ, 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 ഹാലേലിയ. യേശു ആരാധന, യേശു ആരാധന, യേശു ആരാധന, യേശു സ്വസ്ത്രം കർത്താവ്, സ്വസ്ത്രം യേശുവെ നന്ദി. ഹാലേലിയ, 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 ഹാലേലിയ. യേശു ആരാധന, യേശു ആരാധന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിന് സ്തുതി. ഈ ഹോളിഹോ മിനിസ്ട്രിയുടെ ഷൂബ് എന്ന ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ കേട്ടു ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സ്നേഹിക്കുന്ന പിതാവ് വസിക്കുന്ന ഇടമാണ് ദൈവരാജ്യമെന്നും ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നും അത് വളർത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിലേക്ക് പ്രവേശിക്കണം, അത് വളർത്തണം, നമ്മുടെ ഉള്ളിൽ നിന്ന് വളർത്തണം എന്നൊക്കെ നമ്മൾ കേട്ടു മനസ്സിലാക്കി. ഈ 2ാമത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ആഴമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ സ്നേഹം നമ്മൾ അനുഭവിച്ചറിയണമെന്നും അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കണമെന്നും നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മനസ്സിലാക്കി. എന്നാൽ പലപ്പോഴും അതിന് നമുക്ക് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവുമായിരിക്കാം. എന്നാൽ ഇത് നാം ഒന്നും കേൾക്കാൻ പോകുന്നത് അതെന്തുകൊണ്ടാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൈവം എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു? വ്യക്തിപരമാണ്, വ്യവസ്ഥകൾ കൂടാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നു. അതുപോലെ എനിക്ക് എന്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല? എൻ്റെ കൂട്ടുകാരെ, എൻ്റെ സഹോദരരെ, എൻ്റെ കുടുംബത്തിലുള്ളവരെ, എൻ്റെ മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കാനായിട്ട് എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതാണ് നമുക്ക് കാണുന്നത്. പാപ അവസ്ഥയിൽ ഉൾപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും പാപ അവസ്ഥ എന്നുള്ള ഒരു അവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്
ദൈവം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കാത്തത്. അത് പാപാവസ്ഥയിൽ ഉൾപ്പെട്ടത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരും ഈ പാപാവസ്ഥയുണ്ട്. പാപം അല്ല, പാപ അവസ്ഥയാണ്. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി, അതായത് ദൈവത്തിന്റെ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാൻ, അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് ജീവിക്കാനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഈ പാപ അവസ്ഥയാണ്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞത് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ ദൈവം മനുഷ്യനെ ഉൾച്ചേർത്തു എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് പർദീസാലാക്കിയത്. അപ്പൊ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ് ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം അനുഭവിക്കുവാനും ഈ ലോകത്ത് അതുപോലെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, നിഷേധിച്ചു, അതിനെ തകിടം മറിച്ചു എന്നുള്ളതാണ്. അതിനെ എതിർത്തു എന്നുള്ളതാണ്, അതിനെതിരെ നിന്നു എന്നുള്ളതാണ്. അങ്ങനെ ദൈവസ്നേഹ അനുഭവം നഷ്ടമാക്കി. ഇതാണ് മനുഷ്യന്റെ പാപ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, ആദ്യ മാതാപിതാക്കളുടെ പാപാവസ്ഥയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ പോലെ ആകും. ദൈവത്തിന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആദത്തിനെയും ഹവ്വായെയും പിശാച് വന്നിട്ട് അവരുടെ സംശയം കൊടുക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ പോലെ അല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ ഫലം ഭക്ഷിച്ചാൽ മാത്രമാണ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നുള്ള ഒരു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 3:1-7 ഇങ്ങനെ പറയുന്നുണ്ട്, സാത്താന്റെ പ്രലോഭനത്തിലകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാത്താന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴിയാണ് അങ്ങനെ മനുഷ്യൻ സാത്താന്റെ അടിമത്തത്തിലായി എന്നുള്ളതാണ്. അങ്ങനെ ദൈവം നൽകിയ ദൈവിക ജീവനും അധികാരങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും അവന് നഷ്ടമായി. അന്ന് വരെ സിംഹത്തിന്റെ കൂടെ കളിക്കുകയും പാമ്പിന്റെ കൂടെ കെട്ടിപ്പിടിഞ്ഞു നടക്കുകയും അല്ലെങ്കിൽ പുലിയുടെ വായിൽ കൈയിട്ട് നടക്കുകയും അങ്ങനെ സകല സൃഷ്ടിജാലങ്ങളോട് കൂടെ ഒന്നിച്ചു നടന്ന മനുഷ്യൻ അവയെല്ലാം ഭയമായ അവന്റെ ഉള്ളിൽ. സർവ്വ അധികാരങ്ങളും നഷ്ടപ്പെട്ടു. ദൈവം നൽകിയില്ല. ഈ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മേൽ നൽകിയിട്ടുള്ള സകല അധികാരങ്ങളും അവന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സാത്താന്റെ വാക്ക് കേട്ടത് വഴി. യെശയ്യാ 59:2 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയും പാവവും ആണ് ദൈവത്തിന്റെ മുഖം നമ്മിൽ നിന്നും മറയ്ക്കപ്പെടുന്നതിന് ഇടയായിട്ടുള്ളത് എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ആദ്യ മാതാപിതാക്കളുടെ ദൗത്യം എന്തായിരുന്നു? വളർത്തുക. ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങളെ നോക്കി സംരക്ഷിച്ച് വളർത്തുക എന്നായിരുന്നു ആദ്യ പിതാക്കളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും പേരിട്ടത് ആദമാണ്. നമ്മൾ ഇന്ന് വിളിക്കുന്ന പൂച്ച, പട്ടി എന്നൊക്കെ വിളിക്കുന്ന ആ പേരെല്ലാം ഇട്ടത് ആദമാണ്. അങ്ങനെ എല്ലാത്തിനെയും നോക്കി, ജീവജാലങ്ങളെ നോക്കി സംരക്ഷിച്ച് വളർത്തുക. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്, ദൈവം ഒരു കാര്യം പറഞ്ഞു, അനുസരിക്കുക. അതായത് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുത്, നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ നീ എന്റെ വാക്ക് അനുസരിക്കുക എന്നുള്ളതാണ്. നിന്റെ സൃഷ്ടാവിന്റെ വാക്ക് അനുസരിക്കുക, അതായിരുന്നു രണ്ടാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ട് വാക്കുകൾ, പറദീസായിലെ രണ്ട് വ്യക്തികളുടെ വാക്കുകളാണ് ആദ്യ മാതാപിതാക്കൾ കേൾക്കുന്നത്. ഒന്ന് ദൈവത്തിന്റെ വാക്കുകൾ, രണ്ടാമത് പിശാചിന്റെ വാക്കുകൾ. ഈ രണ്ട് വാക്കുകൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാക്ക് എന്തായിരുന്നു? വിശ്വസിക്കുക, അനുസരിക്കുക, അതിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുക, നിത്യജീവന്റെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. പിശാചിന്റെ വാക്ക് തിന്മയുടെ അടിമത്തമാണ്, മരണമാണ്. നീ ഇതൊന്നും അനുസരിക്കേണ്ട, ദൈവത്തെ പോലെ ആകും, നീ ദൈവത്തെ ധിക്കരിക്കുക, ദൈവം പറഞ്ഞത് തെറ്റാണ് എന്നുള്ള ആ ഒരു വഞ്ചനയുടെ വാക്ക് ആയിരുന്നു പിശാചിൽ നിന്നുണ്ടായത്. അത് മരണത്തിലേക്കാണ് നയിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുവൻ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് എന്ന് പത്രോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 പത്രോസ് 2:19. അങ്ങനെ പിശാചിന്റെ വാക്കിനാൽ ആദ്യ മാതാപിതാക്കൾ തോൽപ്പിക്കപ്പെട്ടത് വഴി ഒരു പിശാചിന്റെ അടിമത്തത്തിലേക്ക് കടന്നു വന്നു. പിശാചിനോട് കൂടി ആയിരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു? മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ദൈവിക വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടില്ല, പിശാചിന്റെ വാക്കിനാൽ അവർ തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റോമാലേഖനം 6:16 നമുക്കത് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കൂടുതൽ വ്യക്തതയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അനുസരണമുള്ള ദാസനെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ.
ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാവരും, ഒട്ടുമിക്ക ആളുകളും തന്നെ ലോൺ എടുക്കുന്നവരാണ്. ലോൺ എടുക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യത്തിനായിരിക്കും ലോൺ എടുക്കുന്ന, പിള്ളേരുടെ പഠിത്തത്തിന് അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഭവനം പണി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ പോയി ബാങ്കിൽ പോയി ലോൺ എടുക്കും. ബാങ്കുകാരെ എല്ലാത്തിനും ലോൺ തരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കണം. അവർ പറയുന്ന എല്ലാ പേപ്പറുകളിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. നമ്മളൊന്ന് വായിച്ചു നോക്കുന്നതല്ല, അവർ പറയുന്ന എഗ്രിമെന്റ്സിന്റെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് നമ്മളത് വായിച്ചു നോക്കുന്നത് പോലുമില്ല. നമുക്ക് ആവശ്യം എന്താണ്? പൈസയാണ്. നമ്മൾ വേഗം എല്ലാത്തിലും ഒപ്പിട്ട് കൊടുക്കുന്നു. അവർ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അംഗീകരിക്കുകയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ്സും അവിടെ കൊണ്ടുപോയി പണയം വെച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്ഥലത്തിന്റെ ആധാരം തന്നെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ലോൺ അടയ്ക്കാതെ വന്നാൽ, പൈസ അടയ്ക്കാതെ വന്നാൽ, നമ്മൾ അവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ വീടും പറമ്പും പരിസരങ്ങളും ഒക്കെയാണ്. ഇനി നമ്മുടെ വീട്ടില് നല്ലൊരു ഈട്ടിത്തടി നിൽക്കുന്നുണ്ട്, വലിയൊരു ഈട്ടിത്തടി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തേക്കുതടി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടി വിൽക്കണമെങ്കിൽ ബാങ്കിന്റെ അനുവാദം വേണ്ടി വരും. അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മക്കള് ഇതിന് അടിമയായിട്ട് മാറി, ഈ ബാങ്കിന്റെ അടിമയായിട്ട് മാറി. ഒരുപക്ഷെ ലോൺ എടുത്ത വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടാൽ ആ പൈസ കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്തം മക്കൾക്കാണ്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, ജീവിത പങ്കാളിക്കാണ്. അടുത്ത തലമുറകളിലേക്ക് ആ കടം ഇങ്ങനെ കയറി കയറി വരികയാണ്. ഇത് തന്നെയാണ് നമുക്ക് സംഭവിച്ചത്. ആദ്യം മാതാപിതാക്കൾ അവസ്ഥയിൽ ഉൾപ്പെട്ടപ്പോൾ, പാപം ചെയ്തപ്പോൾ, ആ ഒരു അവർ സാത്താനെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സാത്താന്റെ അടിമയായി മരണം ശമ്പളമായി വാങ്ങി എന്നുള്ളതാണ്. അങ്ങനെ സാത്താന്റെ വാക്കനുസരിച്ച് സമർപ്പിച്ചു. അധികാരവും സ്വാതന്ത്ര്യവും പാപത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു. സംശയം വളർന്ന് അത് പ്രവൃത്തിയിലേക്ക് കടന്നു വന്നു. റോമാലേഖനം 3:10-12 വായിക്കുന്നുണ്ട്, ലോകം മുഴുവൻ അടിമത്തത്തിലായി. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല. എല്ലാവരും ഒന്നടങ്കം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. എല്ലാവരും തെറ്റുപറ്റിപ്പോയി എന്ന് റോമാലേഖനത്തിലൂടെ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ലോകത്തിന്റെ സ്വാധീനം, പിശാചിന്റെ സ്വാധീനം നമ്മളിൽ കടന്നുകൂടി നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. 1 യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുന്നുണ്ട്, ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിന്റെ ഉള്ളിലേക്ക് മാറി എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഉള്ളില് പലപ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ട്. ഞാൻ ഈ പാപ അവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോളെ പാപിയാണെന്ന് സങ്കീർത്തനം 51 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്? അതോ ഞാന് പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? പാപാവസ്ഥ എന്നിൽ ഉള്ളത് കൊണ്ട്, ഞാൻ ഒരു പാപി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പാപം ചെയ്യുന്നത് എന്നുള്ളതാണ്. പാപത്തിന് അടിമത്തം എന്ന് പറയുന്നത് മരണമാണ്. പാപത്തിന്റെ പരിണതഫലം മരണമാണെന്ന് നമുക്ക് അറിയാം. റോമാലേഖനം 6:22 നമ്മൾ അത് വായിക്കുന്നുണ്ട്, പാപത്തിന്റെ വേദന മരണമാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ്? പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തി പാപം ചെയ്യുന്നത് മൂലം സംഭവിക്കുന്നത് ബന്ധങ്ങൾ തകരുന്നു. അത് ആദത്തിന്റെ അടുത്ത് കൊണ്ട് ഹവ്വായെ ദൈവം കൊടുത്തപ്പോൾ ആദം എന്താണ് പറഞ്ഞത്? എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന്. എന്നാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദത്തിനെ വിളിച്ച് ദൈവം ചോദിച്ചു, എന്താണ് നീ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദം പറഞ്ഞൊരു വാക്കാണ്, അങ്ങ് എനിക്ക് കൂട്ടിന് നൽകിയ സ്ത്രീ. അവിടെ ബന്ധം തകരുകയാണ്. സകല ബന്ധങ്ങളും അവിടെ തകരുകയാണ്. ദൈവമായിട്ടുള്ള ഒരു ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു. ദൈവത്തെ കാണുന്നത് പേടിയായിട്ട് അവര് ഓടി ഒളിക്കുകയാണ്, മറഞ്ഞിരിക്കാൻ അവർ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു ഒളിക്കൽ നടത്തുകയാണ് ദൈവത്തിൽ നിന്ന്. സ്നേഹം നഷ്ടപ്പെടുന്നു, അവരിൽ ഭയം വളരുന്നു, വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ പലതരത്തിലുള്ള പാവത്തിന്റെ അടിമത്തത്തിലാണ്. കാരണം ഭയത്തിന്റെ അടിമത്തത്തിലാണ് ഇന്ന് ലോകം മുഴുവനും. കൊറോണയും അതുപോലെ തന്നെ യുദ്ധങ്ങളും പലതരത്തിലുള്ള വൈറസ് രോഗങ്ങളും നമ്മെ വിട്ടുമാറാത്ത, എത്രയോ ആന്റിബയോട്ടിക്കുകൾ കഴിച്ചിട്ടും വിട്ടുമാറാത്ത രോഗങ്ങളും, ഇതൊക്കെ കൂടി പലതരത്തിലുള്ള ഭയത്തിന്റെ അടിമത്തങ്ങളാണ്. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് ഭയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവന്റെ ജീവിതത്തിലൂടെ അവന്റെ കൂടെ അത് നടക്കും എന്നുള്ളതാണ്. ഇവിടെ കൊറോണ സമയത്തൊക്കെ ഞങ്ങൾ ഈ മിനിസ്ട്രിയിലൂടെയൊക്കെ ഞങ്ങൾ പോയപ്പോഴൊക്കെ
കൊറോണ സമയത്തും ഒക്കെ ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ പോലും ഇരുന്നിട്ടില്ല. ആ ഗവൺമെന്റ് ഏറ്റവും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ സമയത്ത് മാത്രമാണ് വീട്ടിൽ കയറി ഇരുന്നിട്ടുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ശുശ്രൂഷയുമായിട്ട് നടക്കുകയാണ്. ഞങ്ങൾക്കൊന്നും ഒരു കൊറോണയും പിടിച്ചില്ല, ഒരു അസ്വസ്ഥതയും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധം അവിടെ കൂട്ടിയോജിപ്പിക്കപ്പെടുമ്പോൾ ഭയം ഒക്കെ വിട്ടുപോകുന്നു. തന്നോട് തന്നെയുള്ള ബന്ധം അവിടെ നഷ്ടപ്പെടുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നോട് തന്നെ വെറുപ്പ്, എന്റെ വാക്കുകള്, എന്റെ പ്രവൃത്തികള്, ഞാൻ മറ്റുള്ളവർ സംസാരം, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാൻ, എന്റെ കളറ്, ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, എന്നോട് തന്നെയുള്ള ഒരു വെറുപ്പിലേക്ക് ഈ പാവാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തികൾ കടന്നു വരികയാണ്. അതുപോലെ പരസ്പര ബന്ധം, മറ്റുള്ളവരുമായി പഴി പറയുന്ന ഒരു അവസ്ഥ, കുറ്റം വിധിക്കുന്നു, സ്വയം ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. നമ്മൾ കണ്ടതാണ്. സ്വയം ന്യായീകരിക്കുകയാണ്. ആദം സ്വയം ന്യായീകരിക്കുന്നു, ഹവ്വായെ കുറ്റം പറയുന്നു, ഹവ്വ സ്വയം ന്യായീകരിക്കുന്നു, സർപ്പത്തെ കുറ്റം പറയുന്നു. അങ്ങനെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടാകുകയാണ്. നാലാമത്തെ കാര്യം, സൃഷ്ടപ്രപഞ്ചത്തുമായി ശത്രുതയിലാകും. അന്നുവരെ ഒന്നിച്ചായിരുന്ന എല്ലാ ജീവജാലങ്ങളുമായിട്ട് ഭയത്തിന്റെ അടിമത്തത്തിലേക്ക് പോയി ശത്രുതയിലാകുന്നു. അങ്ങനെ പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിത്വങ്ങൾക്ക് ഇങ്ങനെ 4 തരത്തിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴാണ് സങ്കീർത്തക ദാവീദ് പറയുന്നത്, പാപം ചെയ്തപ്പോൾ ദാവീദിന് മനസ്സിലായി. ദാവീദ് പറയുകയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഞാൻ പാപിയാണ്. സങ്കീർത്തനം 51:5. അപ്പൊ പാപാവസ്ഥയിൽ ഉൾപ്പെട്ടപ്പോൾ എഴുതിയ ഒരു സങ്കീർത്തന ഭാഗമാണ്. അടിമത്തത്തിന്റെ രോദനം. അതുപോലെ നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേ തേടുന്നു എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഗസ്തീനോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുറച്ചു നാൾ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നിട്ട് തിരിച്ച് ദൈവത്തിലേക്ക് കടന്നു വന്നപ്പോൾ അഗസ്തീനോസ് പറയുന്ന വാക്കാണ്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുമ്പോഴും എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അങ്ങനെ വിലപിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ തകർന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. വീട്ടാനാകാത്ത വലിയ കടത്തിൽ അവൻ നിബന്ധിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോൺ എടുത്ത ഒരു അവസ്ഥയിലേക്ക്, ഒരു അടവ് മുടങ്ങി, 2 അടവ് മുടങ്ങി, പിന്നെയും ആ പലിശ വരുന്നു, അതിന്റെ പേരിൽ കൂട്ടുപലിശ വരുന്നു. അങ്ങനെ വീട്ടാനാകാത്ത ഒരു കടത്തിൽ, സ്വയം രക്ഷപ്പെടാനാകാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. പാപത്തിന്റെ അടിമത്തത്തിലാകുന്നു, പൂർണ്ണമായും അടിമത്തത്തിലേക്കാകുന്നു. ബാങ്കിന്റെ അടിമത്തത്തിലാകുന്നത് പോലെ പൂർണ്ണമായും പാപത്തിന്റെ അടിമത്തത്തിലാകുന്നു. അങ്ങനെ റോമാലേഖനം 7:15 നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എന്റെ ആത്മാവിന്റെ ഉള്ളിൽ എനിക്ക് നന്മ ഇച്ഛിക്കാനായിട്ട് സാധിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. റോമാലേഖനം 7:19-20 നമ്മൾ വായിക്കുന്നുണ്ട്, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ. ഇത് മനുഷ്യന്റെ മനസ്സ് എന്തെല്ലാം കാര്യങ്ങളെ എത്ര കാര്യങ്ങളാണ് മനുഷ്യൻ നിയന്ത്രിക്കുന്നത്. വലിയ ഭീമാകാരങ്ങളായ ജീവികളെ വരെ അവൻ നിയന്ത്രിക്കുന്നുണ്ട്. ചൊവ്വയിലേക്ക് പോകുന്നുണ്ട്. ആകാശ ശക്തികളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോ പല പല ടെക്നോളജികൾ വളർന്നു വരുന്നുണ്ട്. എന്നാൽ അവന്റെ മനുഷ്യന്റെ മനസ്സിനെ അവനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല. റോമാലേഖനം 7:19-20 വായിക്കുന്നുണ്ട്, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പൊ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു പാപം ഉണ്ട്, പാപ അവസ്ഥയുണ്ട്. പാപം എന്ന് പറയുന്നതും പാപ അവസ്ഥ എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പോ ഒരു വ്യക്തിയെ ഒരാൾ കുത്തി കൊലപ്പെടുത്തി എന്ന് വിചാരിക്കുക. ഈ കൊല ചെയ്യാനുള്ള ഒരു പ്രേരണ അയാളുടെ ഉള്ളിലുണ്ട്. ആ ഉള്ളിലോ ഉള്ളത് കൊണ്ടാണ് അയാളെ പെട്ടെന്ന് കൊല ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് ഇത് ധൈര്യം കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം മനസ്സിലാക്കാൻ, നമ്മൾ പലപ്പോഴും രാവിലെ എണീക്കുമ്പോൾ ഇത്ര പേരോട് ദേഷ്യപ്പെട്ടേക്കാം. ഞാൻ ഓഫീസിൽ ഇത്ര പേരോട് ദേഷ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ വഴിയിൽ കാണുന്ന വ്യക്തിയോടൊക്കെ ദേഷ്യപ്പെട്ടേക്കാം. എനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഞാൻ അവരോട് ചീത്ത പറഞ്ഞേക്കാം, ദേഷ്യപ്പെട്ടേക്കാം എന്നൊക്കെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഒരു കാര്യം അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ഇന്ന് രാവിലെ ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഇറങ്ങുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇന്ന് ആരോടും ദേഷ്യപ്പെടരുത്. നമ്മൾ പെട്ടെന്ന് ദേഷ്യമുള്ള വ്യക്തിയാണെങ്കിൽ ഇന്ന് ആരോടും ദേഷ്യപ്പെടരുത്, ഇന്ന് ഒരു അസ്വസ്ഥത ഉണ്ടാകരുത്, എല്ലാം നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാൽ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദേഷ്യം കടന്നു വരുന്നു, ഈ കോപം കടന്നു വരുന്നു. ഇത് എവിടെ നിന്നാണ് കടന്നു വരുന്നത്?
അതാണ് ഇതാണ് ഈ കോപിക്കാനുള്ള ഒരു അവസ്ഥ എന്നിലുണ്ട്. അതുപോലെ തെറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ, മറ്റുള്ള എല്ലാ പാപങ്ങളും, കണ്ണുകളുടെ ആസക്തികള്, ഇപ്പൊ നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കണ്ണുകളെ അവസ്ഥ, ആ ഒരു അവസ്ഥ എന്നിലുണ്ട്. എങ്കിൽ ഇത് പ്രവർത്തിക്കുന്നത് ഞാനല്ല. തെറി പറയരുത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം വിധിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഞാൻ പലപ്പോഴും ഓരോ ദിവസങ്ങളും അനേകരുടെ കുറ്റം വിധിച്ചു പോകും. വഴിയിൽ കാണുന്ന എല്ലാവരും ഞാൻ കുറ്റം വിധിക്കുന്നു. ആ ഒരു അവസ്ഥ എന്നിലുണ്ട്. അത് അതുകൊണ്ടാണ് ഞാൻ ഈ കുറ്റം പറഞ്ഞു പോകുന്നത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ധ്യാനം കൂടി എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു, മുൻകോപമുള്ള വ്യക്തിയാണ്. പെട്ടെന്ന് എല്ലാ കാര്യത്തിനോടും പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും കുറച്ചൊക്കെ അങ്ങനെ തന്നെയാണ്, അത് മാറിയിട്ടൊന്നുമില്ല. പക്ഷെ ധ്യാനം കൂടി കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, കുറെ പേരോട് ക്ഷമിക്കാനുള്ളവരൊക്കെ പോയി ക്ഷമ ചോദിച്ചു. കുറെ കുറെ ധ്യാനങ്ങൾ കൂടി, അപ്പോൾ നന്നായിട്ട് ക്ഷമിക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ കടന്നുപോയി. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് എന്നിൽ ഇനി ദേഷ്യം ഉണ്ടാവില്ല. അപ്പൊ എന്നെ കാണുന്നവരും എന്നെ പരിചയപ്പെടുന്നവരും എല്ലാവരും പറയുന്നത്, ജോൺസൺ ഒരു പാവ മനുഷ്യനാണ്, പെട്ടെന്ന് ദേഷ്യപ്പെടില്ല, ഒരു സാധു മനുഷ്യനാണ്, നല്ല ശാന്ത സ്വഭാവനാണ്, ഭയങ്കര ശാന്ത സ്വഭാവമുള്ള വ്യക്തിയാണെന്നാണ് എനിക്ക്, ഞാൻ ഒരു ധ്യാനത്തിലേക്ക് കടന്നു വന്ന്, നവീകരണത്തിലേക്ക് കടന്നു വന്നപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ്. പക്ഷെ ആ സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഈ കുറെ നാളുകൾക്ക് മുമ്പ് പെട്ടെന്ന് വീട്ടിലും ജീവിത പങ്കാളിയോട് ദേഷ്യം വരുന്നു, മക്കളോട് ദേഷ്യം വരുന്നു. ജീവിത പങ്കാളി എന്തെങ്കിലും പറഞ്ഞ ഉടനെ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ ദേഷ്യം വരാണ്. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കാൻ ഇന്നില്ല, കാരണം ഞാൻ ഒരു പ്രാർത്ഥനക്കാരനാണല്ലോ എന്നുള്ള ഒരു ചിന്തയിൽ പെട്ടെന്ന് ഇപ്പൊ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം. അപ്പൊ ദേഷ്യം പിള്ളേരോട് ഒച്ചെടുക്കുന്നു. അപ്പൊ ഞാൻ കണ്ടെത്തിയൊരു കാര്യം ഇതാണ്: ഈ ഞാൻ മാറ്റിവെച്ച കാര്യങ്ങള്, അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങള് എന്നിൽ നിന്ന് വിട്ടു പോയിട്ടില്ല. അത് സ്വയം നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നിലുള്ള ആ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു അവസ്ഥ, കോപിക്കാനുള്ള ഒരു അവസ്ഥ എന്റെ ഉള്ളിലുണ്ട്. പൗലോസ് പറയുന്നത് പോലെ എനിക്ക് എപ്പോഴും അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പെരുമാറണം എന്നുള്ള എനിക്ക് ചിന്തയുണ്ടെങ്കിലും അതെനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ഒത്തിരിയേറെ കുമ്പസാരിക്കുന്നുണ്ട്, പലപ്പോഴും കുറെ കുമ്പസാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ കുറെയൊക്കെ ഇങ്ങനെ തിരുത്തി കൊണ്ടുവരികയാണ്. അങ്ങനെ ഒരു പൂർണ്ണമായിട്ടൊരു വിടുതലിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സ്വയം രക്ഷപ്പെടാനാവാത്ത ഒരു അവസ്ഥയിലെ ഒരു കുഴിയിലാണ് ഞാൻ വീണിരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരു ആഴ്ചക്കാലം നമുക്ക് ഉണ്ടാകേണ്ടത്. ഇങ്ങനെ ഒരു പാപത്തിന്റെ അവസ്ഥയിൽ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ, അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവ് എന്നിൽ ഉണ്ടെങ്കിൽ ഏതെല്ലാം പാപമാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതിനുള്ള കാരണങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ റോമാലേഖനം 7:24 പൗലോസ്ലീഹ ഒരു ദയനീയമായിട്ടുള്ള വിലാപം നടത്തുന്നുണ്ട്: ഞാൻ ദുർബഹനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? ഇവിടെ ഈ ഒരു ആഴ്ചക്കാലം, ഈ നോമ്പിന്റെ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ആഴ്ചക്കാലം നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ ദുർബഹനായ മനുഷ്യനാണ്. ഞാൻ ഒത്തിരിയേറെ അഹങ്കാരവും ഒത്തിരിയേറെ പുണ്യവാളനാണ്, ഡെയിലി പള്ളി പോകുന്നുണ്ട്, ഡെയിലി കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒട്ടും പാവം ചെയ്യുന്നില്ല, കുമ്പസാരിക്കാൻ എനിക്ക് പാവമില്ല എന്നൊക്കെ ചിന്തിച്ച് നടക്കുമ്പോൾ പൗലോസ്ലീഹായിലൂടെ നമ്മൾ ഓർപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്: ഞാൻ ദുർബഹനായ മനുഷ്യനാണ്, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? പലതരത്തിലുള്ള പാവം പാപത്തിന് പ്രേരണ ചെയ്യാനുള്ള ഒരു അവസ്ഥ എന്നിലുണ്ട്. അങ്ങനെ പാപത്തിന്റെ അവസ്ഥ, ഒരു തായ്വേരുകൾ എന്നിൽ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞാൻ പലതരത്തിലുള്ള പാപത്തിലേക്ക് വീണ് പോകുന്നു എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഈ ഒരു കണ്ടെത്തലാണ് പൗലോസ്ലീഹായിലേക്ക് ഉണ്ടായത്. പൗലോസ്ലീഹ ആദ്യം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, ആദ്യത്തെ ലേഖനങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്: ഞാൻ അപ്പസ്തോല പ്രമാണികളിൽ നിന്ന് ഒട്ടും കുറവുള്ള മനുഷ്യനൊന്നല്ല, ഞാൻ ഗമാലിയലിന്റെ പാദങ്ങളിൽ നിന്ന് വിദ്യ അഭ്യസിച്ചവനാണ്, ഞാൻ യഹൂദരിൽ നിന്ന് ശ്രേഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിരുന്ന പൗലോസ്ലീഹ അവസാന നാളുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കണ്ടെത്തിയ ഒരു വാക്യമാണിത്: ഞാൻ ദുർബഹനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? ദൈവവുമായുള്ള കണ്ടുമുട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണിത്: ഞാൻ ദുർബഹനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് എന്നെ മോചിപ്പിക്കും? ഞാൻ പാപത്തിന്റെ പാപാവസ്ഥയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്, പലതരത്തിലുള്ള പാപങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ട്.
അതുകൊണ്ട് ഏതെല്ലാം തരത്തിലുള്ള പാവ അവസ്ഥയിലാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് നമുക്ക് ഈ ഒരാഴ്ചക്കാലം കണ്ടെത്താനായിട്ട് സാധിക്കണം. അതിലൂടെ അതെല്ലാം കണ്ടെത്തി അതിൽ നിന്ന് മാറി ഓരോ അവസ്ഥ കണ്ടെത്തുമ്പോൾ അടുത്ത അവസ്ഥ നമ്മുടെ പിന്നിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. അത് കണ്ടെത്തി കൂടുതൽ വിശുദ്ധീകരിക്കാനും ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നടന്നെടുക്കാനും നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ജോൺ സാർ. ഷിജു. ഓക്കെ പ്രിയപ്പെട്ടവരെ, കേൾക്കാമല്ലോ അല്ലേ? നമ്മളോടൊപ്പം ജോഷി അച്ഛനുണ്ട്, ജോഷി മയ്യാറ്റിലച്ഛൻ. അച്ഛൻ നമ്മുടെ ആനിമേറ്റർ ആണ്. നമ്മുടെ ഹോളി ഹോം കൂട്ടായ്മയോടൊപ്പം നിരന്തരം നമ്മളെ വളർത്താൻ വളരെയേറെ ത്യാഗപൂർവ്വം നമ്മോടൊപ്പം ഉള്ള അച്ഛനാണ്. അച്ഛൻ ആലുവ സെമിനാരിയിലെ പ്രൊഫസറാണ്, ബൈബിൾ പണ്ഡിതനാണ്, KCBC ബൈബിൾ കമ്മീഷന്റെ മുൻ സെക്രട്ടറി കൂടിയാണ്. ജോഷി അച്ഛൻ നമ്മളോട് എല്ലാ ആഴ്ചയും, കഴിഞ്ഞ ആഴ്ച അച്ഛന് വരാൻ പറ്റിയില്ല, എല്ലാ ആഴ്ചയും നമ്മളോടൊപ്പം ഉണ്ടാകും. ജോഷി അച്ഛനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ജോഷി അച്ഛ. നമുക്ക് എന്നൊക്കെ കാണാനും കേൾക്കാനും കഴിയുന്നു. ഇച്ചിരി ശബ്ദം കുറവ് തോന്നുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ശബ്ദം ഇച്ചിരി കുറവ് പോലെ തോന്നുന്നു. ശബ്ദം കുറവല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഇപ്പൊ കേൾക്കാം. ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മള് പാപം കുടുംബത്തിൽ എന്ന ഒരു ചിന്തനമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത്. നോക്കൂ, പാപം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പേര് വന്നു ആദിയിലെ കുടുംബം, ആദവും ഹവ്വയും. അവിടേക്കാണ് പാപം ആദ്യമായി കയറി വന്നത്. അതുകൊണ്ട് ഈ വിഷയം സത്യത്തിൽ വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. കുടുംബം പാപത്തെക്കുറിച്ച് ജാഗ്രതയുള്ള കുടുംബമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പാപത്തെക്കുറിച്ച് ജാഗ്രതയുള്ള കുടുംബങ്ങളായിരിക്കും. ആലോചിച്ച് നോക്കുക, ആ കുടുംബത്തിൽ ഒരംഗത്തെ സാത്താൻ വളരെ തന്ത്രപൂർവം വലിയ കുഴപ്പമൊന്നും തോന്നാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ വളരെ എളുപ്പത്തിന് വളച്ചുകൊണ്ടുപോയി. അത് കഴിഞ്ഞ ഉടനെ തന്നെ ആ കുടുംബത്തിലേക്ക് പാപത്തിന്റെ പകർച്ച പിന്നെ സംഭവിക്കുന്നു. ആ കുടുംബത്തിലെ അടുത്തയാൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. ഇനി ആ കുടുംബത്തിന്റെ അവസ്ഥ നോക്കി. അതിനുശേഷം 2 മക്കളാണ്, ആബേലും കായേനും. അതിൽ കായേന്റെ മുഖം ഇരുണ്ടു. കാരണം എന്താ? ആബേല് സ്വന്തം സഹോദരൻ, അവൻ കൃഷിക്കാരനാണ്, അവൻ ആട്ടിടയനാണ്. അവന്റെ ബലി ദൈവം സ്വീകരിച്ചു. കായേന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കായേന് ആബേലിനോട് അസൂയ, കായേന് ആബേലിനോട് കോപം, അത് മൂത്ത് കായേന് ആബേലിനോട് വെറുപ്പ്. മുഖം ഇരുണ്ടു എന്ന് ആ പ്രയോഗം അവിടെ അങ്ങനെയാണ് അതിന്റെ മൂലഭാഷ കേൾക്കുന്നത്. ആ കായേന്റെ മുഖം ഇരുണ്ടു എന്ന് പറയുന്നതിലൂടെ സത്യത്തിൽ ആ കുടുംബത്തിൽ വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയുമായ പൈശാചിക ശക്തി ആ കായേന്റെ സർവപ്രഭയും ശോഭയും ഒക്കെ കെടുത്തി കളഞ്ഞതാണ് അർത്ഥമാകുന്നത്. രസകരമായ കാര്യം, അപ്പോൾ ദൈവം കായേനോടൊരു കാര്യം പറയുന്നുണ്ട്. 4-ാം അധ്യായത്തില് 7-ാം വാക്യം. അത് വളരെ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മള് കുടുംബങ്ങള് എപ്പോഴും ജാഗ്രതയോടെ മനസ്സിലോർക്കേണ്ട ഒരു വാക്യം അത് തന്നെയാണ്. നല്ലതു ചെയ്യുന്നില്ലെങ്കിൽ പാപം പടിവാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. പാപം പടിവാതിൽക്കൽ തന്നെ
പതിയിരിപ്പുണ്ടെന്ന് നീ ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഈ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, സത്യത്തിൽ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. പാപം നിങ്ങളുടെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു. നിങ്ങളുടെ വീടിന്റെ പടിവാതിൽക്കൽ പാപം പതിയിരിക്കുന്നു. കർത്താവ് പറയാണ്, അത് നിങ്ങളിൽ താല്പര്യം വച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് തന്റെ ആഗ്രഹം പറയാണ്, നിങ്ങൾ അതിനെ കീഴടക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പാപത്തിന്റെ, അത് ലഘുവോ മാരകമോ ആകട്ടെ, പാപത്തിന്റെ വലിയ ഇടിച്ചുകയറ്റം ഉണ്ടാകാൻ സാത്താൻ എപ്പോഴും താല്പര്യത്തോടെ നമ്മുടെ പതിവാതിൽക്കൽ പതിയിരിക്കുകയാണ് സാത്താൻ. ഈ ചിന്ത നമ്മുടെ തലയിലുണ്ടാകും. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അതിനെ കീഴടക്കാനായി സ്വയം പരിശീലിക്കണം, മക്കളെ പരിശീലിപ്പിക്കണം. കുടുംബത്തിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്ന സാത്താനെ കീഴടക്കണം നമ്മള്. അത് ദൈവത്തിന്റെ ഹിതമാണ്, ആഗ്രഹമാണ്. അതിന് മാതാപിതാക്കൾ സ്വയം പരിശീലിക്കണം, മക്കളെ പരിശീലിപ്പിക്കണം. ചില മാതാപിതാക്കളെങ്കിലും ഒരു കടുത്ത ഒരു 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 നിർബന്ധം പുലർത്തും. ചിലപ്പോ സ്കൂളിലെ ടീച്ചറായിരിക്കും പറയുന്നത്, ഓനിങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് ചിലപ്പോൾ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകനായിരിക്കും പറയുന്നത്, മോൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പോട്ടെ അയൽക്കാരായിരിക്കും. അങ്ങനെ പറയുമ്പോ ഇപ്പോ ഈ ഇടക്കുള്ള ഒരു ട്രെൻഡാണ്, മാതാപിതാക്കളോട് തന്നെ പറയും, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. ഇത് ഇന്ന് ഈയിടെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. പണ്ട് കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ, കേൾക്കുക മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചാൽ അവിടെ പുറത്തുനിന്നും അടി കിട്ടും, ശരിയല്ലേ? അയലന്തരത്ത് വിടുന്ന വീട്ടിൽ നിന്നും അടി കിട്ടും, സ്വന്തം വീട്ടിൽ നിന്നും അടി കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ജാഗ്രത എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായി. മറിച്ച് ഇപ്പോഴാകട്ടെ സ്വന്തം മാതാപിതാക്കൾ പോലും തങ്ങളുടെ മക്കൾക്ക് തെറ്റുപറ്റാം എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ സ്വന്തം മാതാപിതാക്കൾ പോലും തയ്യാറാകാത്തൊരു കാലമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലെങ്കിലും ഈ ഒരു ജാഗ്രത നമുക്ക് വേണം. എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ കുടുംബങ്ങളില് TV പ്രോഗ്രാംസ്, ഇപ്പൊ TV ഒക്കെ എല്ലാവർക്കും ഉണ്ട്, പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. എന്തു കാണണം, എന്തു കാണരുത് എന്നൊരു നിഷ്കർഷ കുടുംബത്തില് അപ്പനുണ്ടാവണ്ടേ, അമ്മയ്ക്കുണ്ടാവണ്ടേ? എന്തും കാണാം എന്നാണോ? അങ്ങനെയാണോ? അത് ശരിയാകുമോ? പ്രിയപ്പെട്ടവരെ, പാപം നിന്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നുണ്ട്, അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അതുകൊണ്ട് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് ജാഗ്രത വേണം. ഇനി ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പാപം എന്തായിരിക്കും? നിങ്ങൾ പറയും പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. ഓക്കെ, അത് സമ്മതിച്ചു. അത് കഴിഞ്ഞുള്ള പാപം എന്തായിരിക്കും? ഏറ്റവും വലിയ പാപം എന്തായിരിക്കും? അത് വലിയ പ്രശ്നമാണ്. അപ്പോ നമ്മള് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, ആ കൊലപാതകമാണ്, വ്യഭിചാരമാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഇവിടൊരു ദൈവം സ്നേഹമാണ്, ഇതാണ് ക്രൈസ്തവന്റെ ദൈവസങ്കല്പം.
God is love. ഈശോ നമുക്ക് തന്നിട്ടുള്ള കൽപ്പന, ഈശോ നമുക്ക് തന്നിട്ടുള്ള കൽപ്പന അതെന്താ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. കണ്ടോ? അപ്പോ പരസ്പര സ്നേഹം അതാണ്. അപ്പോ ദൈവം സ്നേഹമാകുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മൾ സ്നേഹം ജീവിക്കുക എന്നതാണ് ക്രൈസ്തവ ജീവിത രീതി. എന്നാൽ വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും കാത്തു സൂക്ഷിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് വൈരാഗ്യം, വിദ്വേഷം, വെറുപ്പ്. നമ്മുടെ കുടുംബം ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ടോ? ഗൗരവമായിട്ട് ചിന്തിക്കണം കേട്ടോ. അത് ശരി, ഞങ്ങൾ മറ്റേ അടുത്ത വീട്ടിൽ ഞങ്ങൾ പോവാറില്ല, ഞങ്ങൾ അവരുമായിട്ടൊരു ബന്ധമില്ല. അയ്യോ, അടുത്തു പോകാൻ പറ്റാത്ത ടീംസാണ്, വളരെ മോശക്കാരാണ്. പിന്നെ ഞങ്ങളാ അന്ന് വന്നപ്പോ അന്നത്തെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതോടെ ഞങ്ങള് പിന്നെ സംസാരില്ല. എന്റെ സ്വന്തം ചേട്ടന്റെ വീട്ടിൽ ഞാൻ കയറിയിട്ട് 2 വർഷമായി. എന്തോ പ്രിയപ്പെട്ടവരെ, വളരെ 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 ജാഗ്രത പുലർത്തേണ്ട മേഖലയാണ് നമ്മുടെ ബന്ധങ്ങളുടെ മേഖല. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം ബന്ധങ്ങൾക്ക് വിരാമം ഇട്ടിട്ടുണ്ടോ? പരസ്പര ബന്ധത്തെ വെട്ടിമുറിച്ചിട്ടുണ്ടോ? ആരെക്കുറിച്ചെങ്കിലും ഓർക്കുമ്പോ കയ്പുണ്ടോ? ചില മാതാപിതാക്കൾ വളരെ അപകടകരമായ ഒരു കാര്യം ചെയ്യും. അതായത് തങ്ങൾക്ക് ആരോടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? മക്കളോടും പറയും, പിന്നെ അങ്ങോട്ട് പോകണ്ട കേട്ടോ, അവരുമായിട്ട് സംസാരിക്കണ്ട കേട്ടോ, വലിയ അടുപ്പമൊന്നും വേണ്ട കേട്ടോ. പ്രിയപ്പെട്ടവരെ, വെറുപ്പ് പകർന്നു നൽകുന്ന മാതാപിതാക്കൾ വളരെ വളരെ സൂക്ഷിക്കണം. കുടുംബങ്ങളിൽ വെറുപ്പ് വളരരുത്. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. എന്നിട്ട് എന്താ പറയുന്നത്? സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോപം അസ്തമിക്കട്ടെ. അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്യം എന്താ? നിങ്ങൾ സാത്താന് ഇടം കൊടുക്കരുത്. അപ്പോ കോപിക്കുക എന്നുള്ളത് പാപമല്ല. കോപിക്കാം, മനുഷ്യരാണ്, ദേഷ്യമൊക്കെ നിന്ന് വരും. പക്ഷെ ഈ കോപം നീണ്ടുപോകുന്നതിന്റെ പേരാണ് വെറുപ്പ്. അതുകൊണ്ടാണ് സമയം പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കോപം അസ്തമിക്കണം. അതായത് കോപം നീണ്ടുപോയാൽ പ്രശ്നമാണ്. അപ്പോ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് കോപം അസ്തമിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അത് പിന്നെ വെറുപ്പായി, വിദ്വേഷമായി, വൈരാഗ്യമായി മനസ്സിൽ കിടക്കും. പിന്നെ ആരാ കൂടെ ഉള്ളത്? ആർക്കാപ്പോ ഇടം കൊടുക്കുന്നത്? സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുതെന്നാ പറഞ്ഞിരുന്നേ. അപ്പോ കോപം നീണ്ട് വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ആയാൽ അവിടെ സാത്താന് നമ്മൾ അറിയാതെ തന്നെ ഇടം കൊടുത്തു കഴിഞ്ഞു. പിന്നെ അവന്റെ പണികൾ എന്തെല്ലാമാണ് നമ്മൾ കാണുന്നത്. ഇത് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അവസാനം എന്ത് പറ്റി? ഒരു തള്ളു കൊടുത്തു. അയ്യോ, തലയടിച്ചാ വീണത്. ഒന്നും വിചാരിച്ചതല്ല, പക്ഷെ ആള് പോയി. പ്രിയപ്പെട്ടവരെ, എന്തവിടെ സംഭവിച്ചത്? സാത്താൻ ഇടം കൊടുത്തു. സാത്താൻ അവിടെ കൂടുതൽ ഊതിക്കത്തിച്ചു, അവിടെ കൂടുതൽ വഷളാക്കി അവസ്ഥ. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ജാഗ്രത വേണം. ഇവിടെ ദൈവത്തോടുള്ള ബന്ധം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകാവുന്ന സംശയങ്ങൾ
വിശ്വാസത്തെ അലട്ടുന്ന ചില ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. വിശ്വാസപരമായ ആഴം നമ്മൾ സ്വന്തമാക്കണം. വിശ്വാസത്തിൽ നിന്ന് ആരെങ്കിലും അകന്നു പോകുന്നു, പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് മടിയായി തുടങ്ങുന്നു, വേറൊരാളുടെ ചിന്തയൊക്കെ മാറിപ്പോകുന്നുണ്ട്, വിശ്വാസ പ്രമാണത്തിലെ കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ ആൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നോക്കുക, വിശ്വാസത്തിൽ നിന്ന്, സത്യദൈവത്തിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ അകന്നു പോകാൻ ഉള്ള വലിയൊരു അപകടം ഉണ്ട്. അവിടെയൊക്കെയാണ് വിശ്വാസബോധ്യത്തിൽ മക്കളെ വളർത്തേണ്ടതിന്റെ വലിയ നമ്മുടെ ഉത്തരവാദിത്തം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മക്കൾ വളരുന്ന പ്രായം, ആ പ്രായത്തൊക്കെ മാനിക്കണം. അത് പ്രത്യേകിച്ച് അവർക്ക് ആത്മീയവും മാനസികവുമായ വളർച്ചകൾ സംഭവിക്കുന്നു, അവർക്ക് ശാരീരികമായ വളർച്ചകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കൂ, പാപം പടിവാതിൽക്കൽ പതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ്, പ്രായം കണ്ടറിഞ്ഞ്, കൃത്യമായ നിലപാടുകളെടുത്ത് നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ധാരണകൾ വേണം. ഓരോ കുട്ടിയോടും ഏത് പ്രായത്തിൽ എങ്ങനെ പെരുമാറണം, അവരുടെ തമ്മിൽ ഉള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എന്തൊക്കെയായിരിക്കും, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രായം വലുതാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക്, കൗമാര പ്രായക്കാർക്ക് ആ കൗമാരത്തിൻ്റെതായ ചാബല്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ മാതാപിതാക്കൾക്ക് വിടർന്ന കണ്ണു വേണം, കേൾക്കാൻ വിടർന്ന ചെവി വേണം, സ്നേഹിക്കാനും ക്ഷമിക്കാനും വലിയ മനസ്സ് വേണം. പാപത്തിലേക്ക് ആരെങ്കിലും ചായുന്നു എന്നൊക്കെയുള്ള സൂചനകൾ എന്തെങ്കിലും കിട്ടിയാൽ അവിടെ ഇടപെടാനും തിരുത്താനും ശാസിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, പാപം കുടുംബത്തിൽ എന്നതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രായോഗികമാണ്. ടീനേജേഴ്സിന്റെ കാര്യത്തിലൊക്കെ കൂടുതൽ ജാഗ്രത, പ്രത്യേകിച്ച് അവരുടെ സെക്സ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ആൺകുട്ടികളോട് അപ്പന്മാര് സംസാരിക്കണം. സെക്സ്വാലിറ്റിയെ കുറിച്ച് അപ്പന്മാര് സംസാരിക്കണം. വരാവുന്ന വീഴ്ചകൾ, കുറവുകൾ, പ്രശ്നങ്ങൾ, ഉണ്ടാകാവുന്ന പ്രലോഭനങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ പെൺകുട്ടികളോട് അമ്മമാര് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവർ, ഇതൊന്നും പറയാതെ, അവർക്ക് വേണ്ട രീതിയിലുള്ള സെക്സ്വൽ എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാതെ അവര് എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് വീണ് ആകെ പ്രശ്നമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ അത് നമ്മൾ അനുവദിക്കരുത്. മക്കളുടെ മുഖം ഉണ്ടാകുന്ന മാറ്റം പോലും നല്ല മാതാപിതാക്കൾക്ക് അപ്പോൾ ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. എന്താടാ ഇത് കുറ്റക്കിണങ്ങ് ഒപ്പിച്ചത് എന്ന് അമ്മമാര് ചിലപ്പോൾ ചോദിക്കും. പിള്ളേർ വിചാരിക്കും, അയ്യോ ഇത് എന്റെ അമ്മ ഇതെങ്ങനെ അറിഞ്ഞു? അവരുടെ മുഖം മതി. ആ ഒറ്റ നോട്ടത്തില് നിങ്ങൾ പിടികിട്ടും. പ്രിയപ്പെട്ടവരെ, പറയുന്നത് പാപത്തിന്റെ മേഖലയിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയെ കുറിച്ച്. ഇനി നമ്മള് ഗലാത്യർക്കുള്ള ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം, അവിടെ നമ്മള് ജഡത്തിന്റെ വ്യാപാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ടും പാപത്തെക്കുറിച്ചുള്ള ധാരണകളാണ്. മാത്സര്യം, വിഭാഗീയത, ഒന്ന് ആലോചിച്ച് നോക്കിയ വിഭാഗീയത, സുറിയാനി, ലത്തീൻ, മലങ്കര, അതുകൊണ്ട് അവര് അവിടെ ഇവരിവിടെ എന്തൊക്കെയാണ്, പിന്നെ ആ വിഭാഗം ഈ വിഭാഗം, എന്തൊക്കെയാണ് മാത്സര്യവും വിഭാഗീയതയും നമ്മെ വല്ലാതെ കരണ്ടു തിന്നുകൊണ്ടിരിക്കുക, കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അതുപോലെ മനുഷ്യരായി കാണാൻ കഴിയാതെ വല്ലാത്ത പ്രാമാണ്യ അവസ്ഥകള്,
വളരെ വളരെ അപകടം, വളരെ വളരെ അപകടം. ജാതീയ ചിന്തകൾ വച്ചു പുലർത്തല്, അതുപോലുള്ള ഭാഷകൾ ഉപയോഗിക്കല്, അത്തരത്തിൽ മറ്റുള്ളവരെ കുത്തല് വളരെ 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 നമ്മൾ ഗൗരവമായിട്ട് ഇതൊന്നും കാണാറില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വാക്കുകളൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ വായിക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, സമത്വം, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും. അപ്പോ മാത്സര്യം, വിഭാഗീയത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോ ഞാൻ സമയം നോക്കുന്നില്ല, നിങ്ങൾ എന്നോട് പറഞ്ഞേക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് നമുക്ക് എനിക്ക് മനസ്സിലാക്കും. അപ്പോഴ് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ മേഖല നോക്കൂ. ഒരുവന് മാത്രമേ അങ്ങനെ പറയാൻ കഴിഞ്ഞു. എങ്ങനെ? നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? ഈശോ. നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഈശോ മാത്രമാണ് സ്വന്തം മെരിറ്റ് കൊണ്ട് ഒരു പാപവും ഇല്ലാത്തവനായി ഉള്ളത്. സ്വന്തം മെരിറ്റ് ഒരു പാപവും ഇല്ലാത്തവനായി ഉള്ളത് യേശുക്രിസ്തു മാത്രം. ബാക്കി എല്ലാവരും, അത് മാർപ്പാപ്പയായാലും കൊള്ളാം, എത്രാനായാലും കൊള്ളാം, അച്ഛനായാലും കൊള്ളാം, കന്യാസിയായാലും കൊള്ളാം, അപ്പനായാലും കൊള്ളാം, അമ്മയായാലും കൊള്ളാം, മക്കളായാലും കൊള്ളാം, ആരായാലും, ജ്ഞാനഗുരുവായാലും കൊള്ളാം, ഇവിടെവരെ എല്ലാവരും പാപികളാണ്. നമ്മുടെ കുടുംബം പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള അതിശക്തമായ ബോധ്യങ്ങൾ നൽകുന്ന ഒരു ദൈവ ഭവനമായി മാറും. ദൈവത്തിന്റെ ആഗ്രഹമാണ്, നീ അതിനെ കീഴടക്കണം, നീ അതിനെ കീഴടക്കണം. ചിലപ്പോഴെങ്കിലും പാപത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കുടുംബങ്ങളുണ്ട്. പാപത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ, അവിടെ സന്തോഷം എന്ന് പറഞ്ഞാൽ പാപമാണ്. ഭാര്യ ഭർത്താക്കന്മാര്, അവരുടെ സന്തോഷം എന്ന് വെച്ചാൽ കണ്ണിന് കുറഞ്ഞതുപോലെ വിടുക, മോശമായ സംഗതികള് ഒന്നിച്ചിരുന്ന് കാണുക, അത് ആസ്വദിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ അത്തരത്തിലുള്ള പാപം സന്തോഷമായി കരുതുന്ന ദമ്പതികൾ. വെള്ളമടി വലിയ സന്തോഷമായിട്ട് മാറുന്ന കുടുംബം. ഒരു മുറി തന്നെ അതിനു വേണ്ടി ഉണ്ടെന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷം എന്തിലടങ്ങിയിരിക്കുന്നു? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പാപത്തിൽ സന്തോഷിക്കുമോ? തട്ടിപ്പ് നടത്തുന്നതിൽ സന്തോഷിക്കുന്ന കുടുംബമുണ്ട്. മാതാപിതാക്കളും മക്കളും ഒക്കെ തട്ടിപ്പ് നടത്തിയിട്ട് അതിന് എല്ലാവരും കൂടി ആനന്ദിക്കുക. കച്ചവടം ചെയ്യുമ്പോൾ അവിടെ തട്ടിപ്പ് നടത്തുന്ന ഏർപ്പാട്. അങ്ങനെ പാപത്തിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥ അത് കുടുംബങ്ങളിൽ ഉണ്ടാകരുത്. ദൈവം കുടുംബങ്ങൾ തന്റെ ഹിതത്തിന്റെ പൂർത്തീകരണത്തിനുള്ള വിളനിലങ്ങളായിട്ടാണ് ദൈവം കുടുംബങ്ങളെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പാപാവസ്ഥയെക്കുറിച്ച് ബോധമുണ്ടാകാനും പാപത്തെ കീഴടക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നല്ല പരിശീലനം കിട്ടുന്നതിനും ഇടയാവട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങൾ പാപരഹിതമായി മാറാൻ. നമുക്ക് അമലോത്ഭവ മാതാവ് എന്ന് പറയുന്ന ഒരാളെ ഉള്ളൂ. പക്ഷേ അമല മാതാവും അമല പിതാവുമാകാൻ സാധിക്കും. ഈശ്വരയ്ക്ക് സ്തുതിയായി. അച്ഛാ, ഒത്തിരി നന്ദി. വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെല്ലാം വ്യക്തമാക്കി അച്ഛൻ പറഞ്ഞു തന്നു. അച്ഛാ, നമുക്ക് തീർത്ഥയാത്ര എന്ന പ്രോഗ്രാം കൂടി ആരംഭിക്കാൻ സമയമായതുകൊണ്ട് അതിലേക്കൊന്ന് പോവുകയാണ്. താങ്ക് യു. അച്ഛൻ്റെ ഒരു ആശീർവാദം നമുക്ക്, കാരണം നമ്മുടെ പ്രിയ ചേച്ചിയാണ്. അച്ഛാ, രണ്ടിനും വേണ്ടി, നമ്മുടെ ഷൂവിനും തീർത്ഥയാത്രയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരു ആശീർവാദം തരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ,
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേക്ക് കൊണ്ടുവാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോകും ഞങ്ങളുടെ മരണസമയത്ത് ഉണ്ടായ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി പ്രിയമുള്ളവരെ, നമ്മുടെ ശുഭ പ്രോഗ്രാം ഇവിടെ അവസാനിച്ച് നമ്മൾ തീർത്ഥയാത്രയിലേക്ക്